ഞാൻ കണ്ടിട്ടില്ല, എന്റെ കാലത്താരും കണ്ടിട്ടില്ല, എന്റെ കാലത്തൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. മിസ്റ്റർ പ്രശാന്ത്, താങ്കളൊരു വികാര ജീവിയാണോ എന്ന് തോന്നിപ്പോവുകയാണ്. ശ്രീ പ്രശാന്ത് നെടുമങ്ങാട് UDF സ്ഥാനാർത്ഥിയായിരുന്നു, പരാജയപ്പെട്ടു. കാലുവാരിയതാണെന്ന് ആരോപിച്ചുകൊണ്ട് കോൺഗ്രസ് വിട്ടു, ഇടതുപാളയത്തിലേക്ക് ചെന്നു. പ്രശാന്തിന് പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് കൊടുത്ത പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് ആണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം. ഇന്നിപ്പോൾ ഈ ചോദ്യങ്ങളെ അഭിമുഖീകരിക്കുന്നത് PS പ്രശാന്ത് അല്ല, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റാണ്. ആവർത്തിച്ച PS പ്രശാന്ത് പറയാണ്, ഞാൻ കണ്ടിട്ടില്ല, എന്റെ കാലത്താരും കണ്ടിട്ടില്ല, എന്റെ കാലത്തൊന്നും കൊണ്ടുപോയിട്ടില്ല, ഞാനൊന്നും എടുത്തിട്ടില്ല. പക്ഷെ പ്രശാന്ത്, താങ്കൾ വ്യക്തിപരമായി ചെയ്തോ ഇല്ലയോ എന്നുള്ളതല്ല പ്രശ്നം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ദേവസ്വം ബോർഡിന്റെ സ്വത്തുവകകളുടെ അടക്കം കസ്റ്റോഡിയനാണ്, അതിന്റെ ചുമതലക്കാരനാണ്. ജനങ്ങളുടെ നികുതി പണം കൊണ്ട് താങ്കൾക്ക് ആ കസേരയിൽ ഇരിക്കുമ്പോൾ ചെയ്യേണ്ട പണി അതാണ്. താങ്കൾ മറുപടി പറയേണ്ട ചോദ്യം, 2019 അന്നത്തെ വിജയമല്ലിയുടെ അദ്ദേഹം സൂപ്പർവിഷൻ നിയോഗിച്ച വിദഗ്ധൻ തന്നെ പറയുന്ന അനുസരിച്ചാണെങ്കിൽ 7 പാളികളിലായി കുറഞ്ഞത് 5 കിലോ സ്വർണമെങ്കിലും പതിച്ചിരുന്ന ഈ ദ്വാരപാലക ശില്പത്തിന്റെ ചെമ്പുപാളികൾ, സ്വർണം പതിച്ച ചെമ്പുപാളികൾ വെറും ചെമ്പെന്ന് പറഞ്ഞ് എടുത്തു കൊടുത്തു. അത് ഉദ്യോഗസ്ഥ വീഴ്ചയാണെന്ന് മുമ്പ് ഒരിക്കൽ പറഞ്ഞു. അത് എന്റെ കാലത്തല്ലല്ലോ എന്നാണ് പറയുന്നത്. അപ്പോ ഈ 30 കിലോയിലധികം സ്വർണം ശ്രീകോവിൽ പൂശാൻ വേണ്ടി വിജയമല്ലിയെ നൽകിയത്, ഓരോ പണമട സ്വർണത്തിന്റെയും കണക്ക് ബോർഡിലുണ്ടെന്ന് പറയുന്നു. ഈ കൊണ്ടുപോയ പാളിയിലെ സ്വർണം ഇപ്പോൾ എവിടെയാണ്? ആ പാളി ഇപ്പോൾ എവിടെയാണ്? അതിലെ സ്വർണം നഷ്ടപ്പെട്ട കാര്യമോ പാളി മാറിയ കാര്യമോ മിസ്റ്റർ പ്രശാന്ത് അറിഞ്ഞിരുന്നോ? ഉണ്ണികൃഷ്ണൻ പോറ്റി നാടകം കളിച്ച് വിവരങ്ങൾ പുറത്തു വന്ന് കോടതി അടമടലം അന്വേഷിച്ചപ്പോഴല്ലേ ഈ വിവരം പുറത്തു വരുന്നത്. അപ്പോൾ അതിലുണ്ടായിരുന്ന സ്വർണത്തിന് അളവുണ്ടോ? 407 ഗ്രാം ഉണ്ട് എന്ന് അദ്ദേഹം പറയുന്നു. മുമ്പ് 98-ൽ ആ ദ്വാരപാലക വിഗ്രഹത്തിൽ പതിച്ച സ്വർണം എവിടെ? അതിന് അദ്ദേഹം മറുപടി പറയണ്ടേ? ഇത് പത്മകുമാറിനോട് ആറന്മുള പോയി ചോദിക്കേണ്ട കാര്യമല്ലല്ലോ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനോടല്ലേ ചോദിക്കുന്നത്. അപ്പോ ഇതൊരർത്ഥത്തിൽ പറഞ്ഞാൽ വല്ലാത്ത അരക്ഷിതാവസ്ഥയിൽ നിന്നും വല്ലാത്ത അപകർഷതാബോധത്തിൽ നിന്നും ഭയത്തിൽ നിന്നുമുള്ള പ്രതികരണമാണ്. എന്റെ കാലത്തൊന്നും കണ്ടിട്ടില്ല, എന്റെയും ദേവസ്വം മന്ത്രിയുടെ ഉദ്ദേശശുദ്ധി ശക്തമാണ്, ഉചിതമാണ് എന്നൊക്കെയാണ് പറയുന്നത്. പ്രയാർ ഗോപാലകൃഷ്ണനാണ് UDFന്റെ രാഷ്ട്രീയ നിയമനത്തിലൂടെ ഏറ്റവും അവസാനം വന്ന ഒരു ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. അതിനുശേഷമുള്ള ദേവസ്വം ഭരണസമിതിയുടെ കാര്യത്തിലും 2016 മുതലുള്ള ദേവസ്വം വകുപ്പിന്റെ കാര്യത്തിലും രാഷ്ട്രീയ ഉത്തരവാദിത്വം ഇടതുപക്ഷത്തിനാണ്. വിജിലൻസിനെ ഭയന്ന് ഏതെങ്കിലും ബോർഡ് മെമ്പർമാർ ഇറങ്ങി ഓടിയ പഴയ കഥ പറഞ്ഞ് മറു രാഷ്ട്രീയ പാളയത്തെ ഭയപ്പെടുത്തുമ്പോൾ അന്ന് പ്രശാന്ത് രാഷ്ട്രീയമായി ഏതു പാളയത്തായിരുന്നു എന്നൂടെ ആലോചിക്കണം. ഞാൻ അദ്ദേഹത്തെ വ്യക്തിപരമായിട്ട് ഒരർത്ഥത്തിലും ഇകഴ്ത്താൻ പറയുന്നതല്ല. PS പ്രശാന്ത് വളരെ കാര്യക്ഷമം ഒരുപാട് കാര്യങ്ങൾ ദേവസ്വം ബോർഡ് ശബരിമല ചെയ്തിട്ടുള്ളതാണെന്ന് ഈ ഫ്ലോറിൽ നിന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷേ വിശ്വാസ്യത ചോദ്യം ചെയ്തുകൊണ്ട് വളരെ ഗുരുതരമായ മോഷണം പിടിക്കുമ്പോൾ എന്റെ കാലത്തല്ല കട്ടത്, ഞാനല്ല കട്ടത്, ഞാൻ എടുത്തിട്ടില്ല എന്ന് പറയുകയല്ല സത്യപ്രതിജ്ഞ ചെയ്ത് അധികാര സ്ഥാനത്തിരിക്കുന്ന ഒരാൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു പോയതാണ്. ഒരു കാര്യം ചോദിക്കാനില്ല, നിങ്ങൾ ചോദിക്കുന്ന കുഴപ്പമോ?